ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുന്നതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ റിവിഷൻ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ റിവിഷനും കൂടെ നടത്തി പോവുക. പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നത്? വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നത്? അഞ്ചുതെങ്ങ് കായലാണ് ആൻസർ. അഞ്ചുതെങ്ങ് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ കന്യാകാട് കുന്നുകളുടെ അടിവാരത്ത് നിന്നും നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് മഴു കണ്ടെത്തിയത് ആരാണ്? കേരളത്തിലെ കന്യാകാട് കുന്നുകളുടെ അടിവാരത്ത് നിന്നും നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട മഴു കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഫിലിപ്പ് ലേക്ക് ആണ്. ഫിലിപ്പ് ലേക്ക്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറാണ് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയുള്ള മണലിക്കര മഠത്തിൽ നിന്നും ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ച് പകർത്തിവെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏത് വർഷമാണ്? ആൻസർ 1909 കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിക്കാനാണ് ശുപാർശ ചെയ്തത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിക്കാനാണ് ശുപാർശ ചെയ്തത്? 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത്? ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ: എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഭഗത് സിംഗും ബി.കെ. ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1929 ഏപ്രിൽ 8 ബോംബെറിഞ്ഞത്? പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ. പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാനാണ് 1929 ഭഗത് സിംഗും ബി.കെ. ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത്. അടുത്തത്: സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ആൻസർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: അമിതഭാരമില്ലാത്ത പഠനം എന്ന് അമിതഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? ആൻസർ സുബ്രഹ്മണ്യം കമ്മിറ്റി. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. 1947 മൗണ്ട് ബാറ്റൻ പ്രഭു വൈസ്രോയി ആയിരിക്കെ റിഫോംസ് കമ്മീഷണറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ. റിഫോംസ് കമ്മീഷനായിട്ട് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് VP മേനോൻ. ഏത് കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാനവശേഷി വികസന മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? 1985 2020. കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1954. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്ര വിലാസം രചിച്ചത് ആര്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ.
അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചപാണ്ഡവന്മാരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? വൈകുണ്ഠ സ്വാമി. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ്. മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെട്ട വർഷം ഏതാണ്? 1952. അണുപ്രസരണം അളക്കുന്ന ഉപകരണം ഏതാണ്? അണുപ്രസരണം അളക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഗീഗർ കൗണ്ടർ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ. മലേറിയയ്ക്ക് കാരണമായ ജീവിയാണ് പ്ലാസ്മോഡിയം. അടുത്ത പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. പ്രമേഹ ബോധവൽക്കരണത്തിന് ചുവന്ന റിബൺ ആണ്. അപ്പൊ 1ന്റെ ആൻസർ ബി. അതിന് തന്നെ കിട്ടും ബി. പ്രമേഹ ബോധവൽക്കരണം ചുവന്ന റിബൺ. എയ്ഡ്സ് ബോധവൽക്കരണമാണ് പ്രമേഹ ബോധവൽക്കരണം നീലവൃത്തമാണ്. സി ആണ്. 1ന്റെ ആൻസർ സി വരിക. പ്രമേഹ ബോധവൽക്കരണം നീലവൃത്തമാണ്. എയ്ഡ്സ് ബോധവൽക്കരണം ചുവന്ന റിബൺ ആണ്. അപ്പൊ 2 ബി 1 സി. Then മാനസികാരോഗ്യ ബോധവൽക്കരണം പച്ച റിബൺ. അടുത്തത് സ്തനാർബുദ ബോധവൽക്കരണം പിങ്ക് റിബൺ. ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വജ്രം മിനുക്കി മേന്മ കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് വജ്രം. ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? 2ാമത്തെ പീരീഡിലാണ് ഓക്സിജൻ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് തയലിൻ. കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതാണ് പന്നിപ്പനി. കൊതുക് മൂലം അല്ലാത്ത രോഗമാണ് പന്നിപ്പനി. അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തത്വമാണ് ബെർണോളിസ് നിയമം. ഐസ് സ്കേറ്റിംഗിൽ സാധ്യമാകുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. ഡിഫ്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ഡയാലിസിസ് യന്ത്രം പ്രവർത്തിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്: വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബെർണോളിസ് നിയമം. അത് ശരിയാണ്. ഐസ് സ്കേറ്റിംഗിന് സാധ്യമാകുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. ശരിയാണ്. ഡിഫ്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ഡയാലിസിസ് യന്ത്രം പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ശരിയാണ്. ആൻസർ എ 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൗൺ സിൻഡ്രോമിന്റെ മറ്റൊരു പേരെന്താണ്? ഡൗൺ സിൻഡ്രോമിന്റെ മറ്റൊരു പേരാണ് മംഗോളിസം. ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സ്ട്രോൺഷ്യം. ഏതാണ്? സ്ട്രോൺഷ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്കൃഷ്ട ലോഹങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ചെമ്പാണ്. ഉത്കൃഷ്ട ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനം ആണ്. അപ്പൊ ചെമ്പാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എന്താണ്? 7 ഡേ ഫീവർ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ലെപ്റ്റോസ്പൈറോസിസ്. ഏതിന്റെ അയിരാണ് പെന്റ്ലാൻഡൈറ്റ്? പെന്റ്ലാൻഡൈറ്റ് എന്നറിയപ്പെടുന്നത് നിക്കലിന്റെ അയിരാണ്. നിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ തരം തന്മാത്രകൾക്കിടയിൽ ഉള്ള ബലമാണ് കൊഹിഷൻ ബലം. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ആൻസർ കുരുമുളക്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം 0.8 സെക്കൻഡ്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. അപ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യൻ ചെയ്തു.
ഇതൊരു റിവിഷനായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞൂടാത്ത പാർട്ടുകളൊക്കെ പഠിക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു എഴുതാനുള്ള ഒരു പേടിയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും പഠിച്ചുകൊണ്ടേയിരിക്കുക. നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.